നമ്മളൊക്കെ മനസ്സിൽ ഒരുപാട് ഗോൾസ് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഉദാഹരണത്തിന് ഒരു പൊണ്ണത്തട്ടിൽ ഒരാൾക്ക് ഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ അതൊരു ഹിമാലയൻ ടാസ്ക് ആണ്. മാസത്തിൽ ഒരു 5 ബുക്ക് വായിച്ചു തീർക്കണമെന്നുണ്ടെങ്കിൽ അത് ഇമ്പോസിബിൾ ആണ്. ഇൻഫ്ലുവൻഷ്യൽ ലീഡർ ആണെന്നുണ്ടെങ്കിൽ അത് ഇമ്പോസിബിൾ ആണ്. ഒരു സയന്റിസ്റ്റ് ആണ്, റിസർച്ച് ചെയ്ത് പുതിയ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിക്കണം, അത് ഇമ്പോസിബിൾ ആണ്. ഒരു $1 മില്യൺ ബിസിനസ്മാൻ ആവണം, അത് ഇമ്പോസിബിൾ ആണ്. അങ്ങനെ ഒരുപാട് ഇമ്പോസിബിൾ ആണ് തോന്നിക്കപ്പെടുന്ന ടാസ്കുകളാണ് നമ്മളെ ചുറ്റുമുള്ളത്. ഈ ഇമ്പോസിബിൾ ആണ് തോന്നിക്കപ്പെടുന്ന ഗോൾസ് അറ്റോമിക് ഹാബിറ്റ്സിലെ ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്യാനുള്ള 4 ഫ്രെയിംവർക്കിലെ മൂന്നാമത്തെ ഫ്രെയിംവർക്ക് ആയിട്ടുള്ള മേക്ക് ഇറ്റ് ഈസി എന്നുള്ള ഫ്രെയിംവർക്ക് യൂസ് ചെയ്തുകൊണ്ട് ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്തുകൊണ്ട് എങ്ങനെ എഫക്റ്റീവായിട്ട് ഇത് അച്ചീവ് ചെയ്യാം, എത്രത്തോളം ഈസി ആയിട്ട് ഇത് അച്ചീവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ മൂന്നാമത്തെ ഫ്രെയിംവർക്ക് ആയിട്ടുള്ള മേക്ക് ഇറ്റ് ഈസി, എളുപ്പാക്കുക എന്നുള്ള കാര്യത്തിലേക്ക് ഒരു ഡീപ് ഡൈവ് ആണ് ഉദ്ദേശിക്കുന്നത്. റിമാർക്കബിൾ ആയിട്ടുള്ള അച്ചീവ്മെന്റ്സ് നേടിയിട്ടുള്ള ആൾക്കാർ ഒരു ഐഡന്റിറ്റി ബിൽഡ് ചെയ്തിട്ടുണ്ടാവും. ഒരു ബിസിനസ് മാൻ ആണെന്നുണ്ടെങ്കിൽ ബിസിനസ് മാൻ എന്നുള്ള ഐഡന്റിറ്റി ബിൽഡ് ചെയ്തിട്ടുണ്ടാവും. ഒരു ഒളിമ്പിക്സ് ഗോൾഡ് മെഡലിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു റണ്ണറോ അല്ലെങ്കിൽ സ്വിമ്മറോ എന്നുള്ള ഐഡന്റിറ്റി ബിൽഡ് ചെയ്തിട്ടുണ്ടാവും. മാസം ഒരു 5 ബുക്കോ 6 ബുക്കോ വായിച്ച് തീർക്കുന്ന ഒരാളെന്നുണ്ടെങ്കിൽ റീഡർ എന്നുള്ള ഐഡന്റിറ്റി ബിൽഡ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഐഡന്റിറ്റി ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഐഡന്റിറ്റി നമ്മൾ തെളിയിക്കണം. എങ്ങനെ തെളിയിക്കുക? ഒരു ഐഡന്റിറ്റി നമുക്ക് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ ആ ഐഡന്റിറ്റിയുടെ അറൗണ്ട് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒരു നിശ്ചിത കാലഘട്ടം തുടർച്ചയായിട്ട് വർക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കണം. അങ്ങനെ തുടർച്ചയായിട്ട് വർക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി റുട്ടീൻസ് അതിന് അറൗണ്ട് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആയിട്ട് മാറണം. അങ്ങനെ ഡെയിലി റുട്ടീൻസ് അത് ആയി മാറണമെന്നുണ്ടെങ്കിൽ അതിന് അറൗണ്ട് ആയിട്ടുള്ള ശീലങ്ങളും ഹാബിറ്റ്സും ബിൽഡ് ചെയ്യണം. അങ്ങനെ ഹാബിറ്റ്സ് ബിൽഡ് ചെയ്താലാണ് ഒരു ഐഡന്റിറ്റിയിലേക്കുള്ള പാതയിൽ നമ്മളാവുള്ളൂ. അങ്ങനെ ഹാബിറ്റ് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അറ്റോമിക് ഹാബിറ്റ്സിൽ 4 ഫ്രെയിംവർക്ക് ഉണ്ട്. മേക്ക് ഇറ്റ് ഒബ്വിയസ്, മേക്ക് ഇറ്റ് അട്രാക്റ്റീവ്, മേക്ക് ഇറ്റ് ഈസി, മേക്ക് ഇറ്റ് സാറ്റിസ്ഫൈങ്. ഇതിൽ മേക്ക് ഇറ്റ് ഈസി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഇല്ലാത്തൊരു ഹാബിറ്റ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ അത് ഈസി ആവണം. ഈസി ആയാലേ ഹാബിറ്റ് ബിൽഡ് ആവുള്ളൂ. ഉള്ള ഹാബിറ്റ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയുള്ളൂ. ഇല്ലാത്തൊരു ഹാബിറ്റ് നമുക്ക് ഒരിക്കലും ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഒന്നും അച്ചീവ് ചെയ്യാൻ കഴിയില്ല. ഒരു ഹാബിറ്റ് എങ്ങനെ ഈസി ആക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. 2 കേസ് സ്റ്റഡി, റണ്ണിങ്, റീഡിങ്. റണ്ണിങ് എടുത്താൽ 2 ചോയ്സ് ഉണ്ട്. ഒന്നില്ലെങ്കിൽ 10 റൗണ്ട് ഓടാം ഡെയിലി, അല്ലെങ്കിൽ 1 റൗണ്ട് ഓടാം ഡെയിലി. 10 റൗണ്ട് ഓടുന്ന സിറ്റുവേഷനിൽ ഞാൻ ചിന്തിക്കുന്നത് 10 ആണ് എൻ്റെ കപ്പാസിറ്റി. ഒരു ദിവസത്തെ എൻ്റെ കപ്പാസിറ്റി 10 ആണ്. 10 കവർ ചെയ്താലേ എൻ്റെ മസിൽ ഫൈബർ പൊട്ടുള്ളൂ. അങ്ങനെ മസിൽ ഫൈബർ പൊട്ടിയാലേ മസിൽ ബിൽഡ് ആവുള്ളൂ, എനിക്ക് ഗ്രോ ചെയ്യാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ 10 ഓടിയാലേ എൻ്റെ എൻഡ്യൂറൻസ് ബ്രേക്ക് ആവുള്ളൂ. അങ്ങനെ ആകുമ്പോഴേ എൻ്റെ എൻഡ്യൂറൻസ് ബിൽഡ് ആവുള്ളൂ എന്നുള്ളൊരു ചിന്തയുടെ 10 സെറ്റ് ചെയ്യണം ഞാൻ. അല്ലെങ്കിൽ ഞാൻ പറയണേ എല്ലാ ദിവസവും 1 റൗണ്ട് ഓടും. പറ്റുകയാണെന്നുണ്ടെങ്കിൽ 2 ആക്കാം, 3 ആക്കാം, 4 ആക്കാം. എത്രത്തോളം കൂടുതൽ ഓടുന്നു അത്രത്തോളം ആഡഡ് ബെനിഫിറ്റ് ആണ്. പക്ഷേ 1 എന്തായാലും ഓടും. 1 ഓടിയാൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഇതാണ് ഈ കേസ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഡീപ്പായിട്ടൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഈ 10 ഓടുന്ന കേസിൽ ഞാൻ വിചാരിക്കുന്നത് ആദ്യത്തെ ദിവസം 10, പിന്നെ 11, 12, 13 അങ്ങനെ മുന്നോട്ട് പോവാം. ഈ കേസിൽ ആദ്യ ദിവസം 1, 2, 3 അങ്ങനെ ബിൽഡ് ചെയ്ത് പോവാം.